ഓക്കെ, സോ വാട്സാപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി അല്ലെങ്കിൽ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ട്രെൻഡിങ് ടോപ്പിക്കായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, അതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് നല്ല വ്യൂസും ഒരുപാട് നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഞാനതിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയ പോളിസി, അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പ്രത്യാഘാതങ്ങൾ അതൊക്കെ ഞാൻ ഫുള്ള് ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാനിവിടെ മേളിൽ ലിങ്ക് ഇട്ട് തരാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. സോ ഈ ഒരു പുതിയ പ്രൈവസി പോളിസി വന്നതുകൊണ്ട് ഒരുപാട് പേര് വാട്സാപ്പിന് പകരം മറ്റ് ആപ്പുകൾ നോക്കുന്നുണ്ട്. വാട്സാപ്പിൻ്റെ ഓൾട്ടർനേറ്റീവ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ടോപ്പിൽ വരുന്ന രണ്ട് ആപ്പുകളാണ് ടെലിഗ്രാം ആൻഡ് സിഗ്നൽ. ടെലിഗ്രാം നമ്മളിൽ ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാം, ടെലിഗ്രാമിനെ കുറിച്ച് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ സിഗ്നൽ ഒരുപാട് പേര് ഫസ്റ്റ് ടൈമാണ് സിഗ്നലിനെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ ഈയിടെ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സിഗ്നൽ. സ്വയം ഇലോൺ മസ്ക് ഇത് ട്വീറ്റ് ചെയ്തിരുന്നു, യൂസ് സിഗ്നൽ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാട്സാപ്പിൻ്റെ പ്രൈവസി പോളിസി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സ്വയം അദ്ദേഹം ട്വീറ്റ് ചെയ്ത സംഭവമാണ് യൂസ് സിഗ്നൽ. അതുകൊണ്ട് സിഗ്നലിൻ്റെ ഡൗൺലോഡൊക്കെ അങ്ങ് കുത്തനെ കൂടി. സോ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് വാട്സാപ്പും സിഗ്നലും തമ്മിലുള്ള വ്യത്യാസങ്ങളും പിന്നെ സിഗ്നൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, സിഗ്നലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്തൊക്കെ എക്സ്ട്രാ പ്രൈവസി ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കതെല്ലാം ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോ ഷെയർ ചെയ്യുക, നോളേജ് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് സിഗ്നൽ എന്ന ഈ ആപ്പിനെ കുറിച്ച് അറിയില്ല. സോ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സിഗ്നൽ എന്ന ആപ്പിൻ്റെ ഫസ്റ്റ് റിലീസ് 2014 ഇതേ വർഷമാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ വാങ്ങിയത്. സോ ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വാട്സാപ്പിൻ്റെ കോ ഫൗണ്ടർ 2017 വരെ അദ്ദേഹം ബ്രയൻ ആക്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ബ്രയൻ 2017 വരെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ 2017 അദ്ദേഹത്തിന് എന്തോ ഇഷ്ടക്കേട് തോന്നി. മാർക്ക് സക്കർബർഗിൻ്റെ മനസ്സിൽ വാട്സാപ്പിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, മാർക്ക് സക്കർബർഗിൻ്റെ മനസ്സിലുള്ള ഫ്യൂച്ചറുമായിട്ട് ഇദ്ദേഹത്തിന് യോജിച്ച് പോകാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വാട്സാപ്പ് വിട്ട് 2018 അദ്ദേഹം സിഗ്നൽ ജോയിൻ ചെയ്തു. എന്നിട്ട് സിഗ്നൽ ഫൗണ്ടേഷൻ എന്നൊരു കമ്പനി അവർ തുടങ്ങി. ഈ സിഗ്നൽ ഫൗണ്ടേഷൻ ഡൊണേഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ യൂസേഴ്സും ബാക്കിയെല്ലാം ഒരുപാട് പേര് ഡൊണേറ്റ് ചെയ്യുന്ന പൈസ കൊണ്ടാണ് ഈ ഒരു ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതായിരുന്നു ഈ ഒരു ആപ്പിൻ്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി. സിഗ്നൽ എന്ന ഈ ആപ്പ് കൂടുതൽ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലുമുണ്ട്, പ്ലേ സ്റ്റോറിലുമുണ്ട്. സോ നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെങ്കിലും ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും രണ്ടിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും പ്രൈവസി സെറ്റിങ്സ് എല്ലാം നമുക്ക് നോക്കാം. സോ ഇതാണ് പ്ലേ സ്റ്റോറിലുള്ള സിഗ്നലിൻ്റെ ആപ്പ് പേജ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സാപ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് പ്രോസസ്സ് ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം പ്രോസസ്സാണ് സിഗ്നലിൻ്റെയും. മിക്ക എല്ലാ മെസ്സേജിങ് ആപ്പുകളുടെ എക്സാക്ട്ലി സെയിം പ്രോസസ്സാണ്. നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ആദ്യം ഇടണം, എന്നിട്ട് OTP വരും. OTP ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. സെയിം പ്രോസസ്സാണ്. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഫോൺ നമ്പർ, അത് മാത്രമാണ് ഈ ഒരു ആപ്പ് സ്റ്റോർ ചെയ്യുന്നത് അവരുടെ ഡേറ്റാബേസിൽ. വേറെ ഒരു സാധനം അവർ സ്റ്റോർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഓൺലൈൻ ടൈം, ഓഫ്ലൈൻ ടൈം, എത്ര നേരം ഓൺലൈനാണ്, എത്ര നേരം ഓഫ്ലൈനാണ്, എന്തൊക്കെ ലിങ്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്, എന്തൊക്കെ മെസ്സേജസ് ആണ്, നിങ്ങളുടെ ഫോൺ ഏതാണ്, ഫോണിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ലൊക്കേഷൻ, ഒരു സാധനം അവർ ട്രാക്ക് ചെയ്യാറില്ല. നിങ്ങളുടെ നമ്പർ മാത്രം. കാരണം നിങ്ങളുടെ നമ്പറാണ് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി. അത് മാത്രമേ അവർ സേവ് ചെയ്യാറുള്ളൂ, വേറെ ഒരു സംഭവം അവർ സേവ് ചെയ്യാറില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ പിന്നാണ്. പിന്നെന്ന് പറയുമ്പോൾ ഫോണിൻ്റെ പിന്നല്ല, ഇതിന് വേണ്ടി പ്രത്യേകം പിന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ പിന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സെക്യൂരിറ്റി കിട്ടും. ഇപ്പം വാട്സാപ്പിൽ ഈയിടെയാണ് പിന്നിൻ്റെ ഒരു ഫീച്ചർ വന്നത്. സിഗ്നലിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് പിന്നിൻ്റെ. നമുക്ക് എന്തായാലും ഒരു പിൻ ഇൻപുട്ട് ചെയ്യാം. നിങ്ങളുടെ നമ്പറും OTP പേരൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം വരുന്ന ഫസ്റ്റ് ഹോം പേജാണ് ഈ ഒരു ഹോം പേജാണ്. ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ചാറ്റ് ഒന്നും കാണുന്നില്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ചാറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്, ഈ ഒരു പെൻ ബട്ടൺ ഞെക്കിയാൽ മതി. സോ നിങ്ങളുടെ കോൺടാക്റ്റിൽ സിഗ്നൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ഒക്കെ ചെയ്തവരുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഫോണിൽ സിഗ്നൽ എന്ന ആപ്പ് ഇല്ലെങ്കിൽ താഴെ ഇൻവൈറ്റ് ടു സിഗ്നൽ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അവർക്ക് സിഗ്നലിൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് പോകും. നമ്മൾ നോർമലി വാട്സാപ്പ് വഴി അയക്കുന്ന എല്ലാ രീതിയിലുള്ള മെസ്സേജ് ഇതിൽ അയക്കാൻ പറ്റും. ടെക്സ്റ്റ് ആണെങ്കിലും ഓഡിയോ, വീഡിയോ, ഇമോജീസ്, സ്മൈലീസ് എല്ലാം ഇതിൻ്റെ അത് അയക്കാൻ പറ്റും. സോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതിലും ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഫീച്ചർ ഉണ്ട്, ന്യൂ ഗ്രൂപ്പ്.
ആരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ നോ ഇഷ്യൂസ്. വീഡിയോ കോളിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്, ഓഡിയോ കോളിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് വീഡിയോ കോളിൻ്റെ ഫീച്ചറുണ്ട്. പക്ഷേ ഇതിൽ മാക്സിമം 5 പേർക്ക് മാത്രമേ ഒരുമിച്ച് ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. വാട്സാപ്പിൽ 8 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഈയിടെയാണ് സിഗ്നൽ എന്ന ആപ്പിലേക്ക് ഇത്രയും ആളുകൾ വന്ന് ചേർന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും അപ്ഡേറ്റ്സ് വഴി അവർ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. സോ ഇത്രയും ഭയാനകമായ ഒരു യൂസ് സർവീസ് ഇതിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം ആ ഒരു 5 പേരുടെ ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നു. ഇനിയും ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും വരും. നിങ്ങൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും മീഡിയ, ഫോർ എക്സാമ്പിൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ടൈം സ്റ്റാമ്പ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പ്രൈവറ്റ് മെസ്സേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഫോട്ടോ അയക്കുന്നുണ്ട്. ലെഫ്റ്റ് ബോട്ടമിൽ നിങ്ങൾ കണ്ടാൽ ഇവിടെ ടാപ്പ് ഹിയർ ടു മേക്ക് ദിസ് മെസ്സേജ് ഡിസപ്പിയറിംഗ് ആഫ്റ്റർ ഇറ്റ് ഈസ് വ്യൂഡ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് 1x ആക്കിയാൽ ഞാൻ ആർക്കാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത് അയാൾ ഈ ഒരു മെസ്സേജ് കണ്ടതിന് 1 സെക്കൻഡ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെസ്സേജ് ഡിസപ്പിയർ ആവും. സോ അത് വളരെ നല്ലൊരു സെക്യൂറും പ്രൈവറ്റ് ഒരു ഫീച്ചറാണ്. പിന്നെ ടെക്സ്റ്റ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സെൻഡ് ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൻ്റെ അവിടെ ഒരു പൂട്ട് കാണാൻ പറ്റും, ഒരു ലോക്ക്. അതിൻ്റെ അർത്ഥമാണ് ഇതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ വാട്സാപ്പിൽ കാണുന്ന എക്സാക്ട്ലി സെയിം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സിഗ്നലിലും ഉണ്ട്. പക്ഷേ വാട്സാപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്, സിഗ്നലിന്. ആ അഡ്വാൻറ്റേജ് ആണ് ഇതൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ്. അതിൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ സോഴ്സ് കോഡ് എല്ലാം കംപ്ലീറ്റ്ലി ഓപ്പൺ പബ്ലിക് ആണ്. വാട്സാപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കോഡ് ഉണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൂഫ് ഒന്നുമില്ല. നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ലോക്കും അല്ലെങ്കിൽ അവർ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ പുറകിലുള്ള കോഡ് എങ്ങനെയാണ്, ആ കോഡിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, പഴുതുകളുണ്ടോ, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എന്നിട്ട് സിഗ്നൽ ഫൗണ്ടേഷൻ അത് കറക്റ്റ് ചെയ്യും. ഇനി നമുക്ക് സിഗ്നലിൻ്റെ സെറ്റിംഗ്സിൽ പോയി നോക്കാം. നമുക്ക് 1 by 1 പെട്ടെന്ന് എല്ലാം നോക്കാം. സോ SMS ആൻഡ് MMS ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിഗ്നൽ ആപ്പ് നോർമൽ SMS അല്ലെങ്കിൽ നോർമൽ MMS ആപ്പായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഓൺ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈവസി ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് തന്നെയാണ് സ്ക്രീൻ ലോക്ക് സിഗ്നൽ ആക്സസ് വിത്ത് ആൻഡ്രോയിഡ് സ്ക്രീൻ ലോക്ക് ഓർ ഫിംഗർ പ്രിൻറ്റ്. സോ നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ഒരു 4 ഡിജിറ്റ് പിൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാറ്റേൺ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എക്സാക്ട്ലി ആ ഒരു ലോക്ക് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ ലോക്ക് ചെയ്യാൻ പറ്റും, സിഗ്നൽ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഓപ്ഷനാണ് സ്ക്രീൻ സെക്യൂരിറ്റി. ബ്ലോക്ക് സ്ക്രീൻഷോട്ട്സ് ഇൻ ദ റീസെൻറ്റ്സ് ലിസ്റ്റ് ആൻഡ് ഇൻസൈഡ് ദ ആപ്പ്. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ ഈ ഒരു സംഭവം സ്വിച്ച് ഓൺ ചെയ്താൽ പിന്നെ ആർക്കും നിങ്ങളുടെ ഈ സംഭവം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. മറ്റൊരാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഫോൺ വാങ്ങിയിട്ട് നിങ്ങളുടെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയാൽ പറ്റില്ല. ഈ ഒരു സ്ക്രീൻഷോട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഫീച്ചർ വാട്സാപ്പിലില്ല. നെക്സ്റ്റ് ഫീച്ചറും വാട്സാപ്പിലില്ല. ആ ഒരു ഫീച്ചറാണ് ഇൻകോഗ്നിറ്റോ കീബോർഡും. നിങ്ങൾ എന്തെങ്കിലും ഒരു സീക്രട്ട് നമ്പർ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പറോ ക്രെഡിറ്റ് കാർഡ് നമ്പറോ നിങ്ങളുടെ പിന്നോ വേറെ എന്തെങ്കിലും പാസ്വേഡ് ഒരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് പല തരത്തിലുള്ള കീബോർഡുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഈ ഇമോജിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് തേർഡ് പാർട്ടി കീബോർഡൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ ആ ഒരു കീബോർഡിൻ്റെ സെർവറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും പോകുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല, അല്ലേ? സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഒരു കീബോർഡ്, ആ തേർഡ് പാർട്ടി കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ അവരുടെ ചിലപ്പോൾ സെർവറിൽ സ്റ്റോർ ആവുന്നുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റോർ ആവാതിരിക്കാൻ വേണ്ടി ഇവർക്ക് അതും പോലും വേണ്ട. സോ നിങ്ങൾ ഈ ഒരു സംഭവം ഇൻകോഗ്നിറ്റോ കീബോർഡ് എനേബിൾ ചെയ്താൽ അത് കഴിഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരു വേർഡും ഒരു നമ്പറും ഒരു ടെക്സ്റ്റും എങ്ങും സേവ് ആകാൻ പോകുന്നില്ല. പലപ്പോഴും പല കീബോർഡ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാധനം ടൈപ്പ് ചെയ്യുമ്പം നമ്മൾ പണ്ട് ടൈപ്പ് ചെയ്ത ഒരു സംഭവം ഇവിടെ എങ്ങനെ കയറി വരും, ആ ഒരു സജഷൻ അതൊന്നും ഇവിടെ വരില്ല. സോ അതാണ് ബേസിക്കലി ഇൻകോഗ്നിറ്റോ കീബോർഡ്. നെക്സ്റ്റ് ഫീച്ചറാണ് ഓൾവേസ് റിലേ കോൾസ്. So relay all calls through the signal server to avoid revealing your IP address to your contact. Enabling will reduce call quality. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സിഗ്നൽ ആപ്പ് വഴി എന്തെങ്കിലും കോളിംഗ് ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്താൽ അത് ഫസ്റ്റ് പോകുന്നത് സിഗ്നലിൻ്റെ സെർവർ വഴിയാണ്. എന്നിട്ടാണ് റീറൗട്ട് ചെയ്ത് ആ ഒരു എൻഡ് യൂസറിലേക്ക്, നിങ്ങൾ ആർക്കാണ് കോൾ ചെയ്യുന്നത് അവരുടെ ഫോണിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങളുടെ IP അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് സെക്യൂർ ആണ്, സേഫ് ആണ്. സോ അതൊരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി ആണ്. സെക്കൻഡ്, നമ്മൾ നോർമലി കാണുന്ന റീഡ് റിസീപ്റ്റ് ഇതിലുണ്ട്, ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ, പിന്നെ ജനറേറ്റ് ലിങ്ക് പ്രിവ്യൂസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ വാട്സാപ്പിൽ നോർമലി കാണുന്ന എല്ലാം സംഭവം ഇതിലുണ്ട്. ചാറ്റ്സ് ആൻഡ് മീഡിയ നോക്കിയാൽ ഇവിടെ നോർമലി നമ്മൾ കണ്ടുവരുന്ന വാട്സാപ്പിലേക്കുള്ള എക്സാക്ട്ലി അതേ ഫീച്ചറാണ്. മീഡിയ ഓട്ടോ ഡൗൺലോഡ്, ചാറ്റ്സ്, ബാക്കപ്പ്. സോ ഇതിൻ്റെ ചാറ്റ് ബാക്കപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വാട്സാപ്പിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് സേവ് ആവുന്നത്, അല്ലേ? പക്ഷേ ഇതിൽ അതുമില്ല. സോ ഗൂഗിൾ ഡ്രൈവിലേക്കല്ല, നിങ്ങളുടെ ഈ ഒരു ഫോണിലേക്ക് മാത്രം അത് സേവ് ആവുന്നുള്ളൂ, വേറെ എങ്ങും ആ സംഭവം പോകുന്നില്ല. സോ
സോ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആവും. നിങ്ങൾ ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ബാക്കപ്പ് കോപ്പി ചെയ്ത് പുതിയ ഫോണിലേക്ക് പേസ്റ്റ് ചെയ്താൽ ഇവിടുന്ന് ബ്രൗസ് ചെയ്ത് നിങ്ങൾക്കത് ബാക്കപ്പ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോറേജ് സെറ്റിംഗ്സ് നോക്കാം. ഇവിടെ താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. കീപ്പ് മെസ്സേജസ്, കൺവെർസേഷൻ ലെങ്ത് ലിമിറ്റ്, പിന്നെ ക്ലിയർ മെസ്സേജ് ഹിസ്റ്ററി. ഈ കീപ്പ് മെസ്സേജസ് നിങ്ങൾ ഫോർ എവർ എന്ന് മാറ്റി 30 ഡേയ്സ് സെലക്ട് ചെയ്താൽ 30 ഡേയ്സിനേക്കാൾ പഴക്കമുള്ള മെസ്സേജസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ കയറി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൺവെർസേഷൻ ലെങ്ത് ലിമിറ്റ്. സോ ഒരു ചാറ്റിൽ എത്ര മാത്രം മെസ്സേജസ് നിങ്ങൾക്ക് വെക്കണം, ഏറ്റവും മാക്സിമം. സോ 100 മെസ്സേജ് നിങ്ങൾ സെലക്ട് ചെയ്താൽ 101ാമത്തെ മെസ്സേജ് വരുമ്പം ഏറ്റവും ഫസ്റ്റ് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. സോ അതാണ് ബേസിക്കലി സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻസ് ആണിത്. പിന്നെ ക്ലിയർ മെസ്സേജ് ഹിസ്റ്ററി ചെയ്താൽ എല്ലാ മെസ്സേജുകളും ഒറ്റയടിക്ക് ക്ലിയർ ആവും. വാട്സാപ്പിൽ വാട്സാപ്പ് വെബ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാൻ കഴിയും അല്ലേ. ഇതിലും ആ ഫീച്ചർ ഉണ്ട്, അതാണ് ഈ ലിങ്ക്ഡ് ഡിവൈസസ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി വെബ് ബ്രൗസറിലൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സിഗ്നലിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. സോ ഇവരുടെ മെയിൻ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ യൂസ് മിനിമൈസ് ചെയ്യുക. കാരണം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒന്നും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആ ഒരു യൂസേജ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മെസ്സേജിങ് ഫീച്ചർ ഉണ്ട്. സോ ഞാൻ ഈ പെൻ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ നോട്ട് ടു സെൽഫ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു സംഭവം മെസ്സേജ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫയലോ ഒരു ടെക്സ്റ്റോ ഒരു ലിസ്റ്റോ ഒരു സംഭവം എന്തെങ്കിലും സെക്യൂർ ആയിട്ട് സേവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നോട്ട് ടു സെൽഫ് എന്ന ഈ ചാറ്റ് വിൻഡോയിലേക്ക് നിങ്ങൾ ആ സംഭവം ഇട്ട് കൊടുത്താൽ മതി. അതവിടെ സെക്യൂറായി ഇരുന്നോളും. നോർമലി നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ മറ്റു ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാറുണ്ടല്ലോ, ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. ആ സെയിം കോൺസെപ്റ്റാണ്. വാട്സാപ്പിൽ റീസെൻ്റ്ലി വന്നൊരു ഫീച്ചറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസിൻ്റെ ഫീച്ചർ. ആ ഫീച്ചർ സിഗ്നലിൽ പണ്ടേ ഉള്ളൊരു ഫീച്ചറാണ്. വാട്സാപ്പിൽ ഈ ഫീച്ചർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഡിസപ്പിയർ ആവുന്നത് ആ ഒരു ടൈം ലിമിറ്റ് നമുക്ക് വാട്സാപ്പിൽ സെറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ടൈം ലിമിറ്റ് സിഗ്നലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഞാൻ സിഗ്നൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കോൺടാക്ട്സിൽ കയറി നോക്കിയപ്പോൾ കുറച്ച് പേരുടെ കയ്യിൽ 10, 15, 20 പേരുടെ കയ്യിൽ മാത്രമേ സിഗ്നൽ എന്ന ആപ്പ് ഉള്ളൂ. പക്ഷേ എല്ലാവരും ഇപ്പം ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്. വാട്സാപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 8 ഒരുപാട് പേര് സിഗ്നൽ അല്ലെങ്കിൽ ടെലിഗ്രാമിലേക്ക് മാറുകയാണെങ്കിൽ ചിലപ്പം വാട്സാപ്പ് അവരുടെ ആ ഒരു പ്രൈവസി പോളിസി ഓപ്ഷനിലാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ പിന്മാറാം. എനിക്കറിയില്ല, ചിലപ്പോഴേ നടക്കുകയുള്ളൂ. നടന്നില്ലെങ്കിൽ ഒരുപാട് പേര് മിക്കവാറും സിഗ്നലിലേക്ക് മാറും. ഞാൻ ഏതെങ്കിലും ഫീച്ചർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.